നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ മാഹിയിൽ എന്തുകൊണ്ടാണ് പെട്രോളിനും മദ്യത്തിനും ഒക്കെ വില കുറവ് എന്ന്? അതെ, മാഹി കേരളത്തിന്റെ ഭാഗമല്ല. മാഹി ഒരു ഫ്രഞ്ച് കോളനി ആയിരുന്നു. മാഹി മാത്രമല്ല, പുതുച്ചേരിയും. പുതുച്ചേരി എന്ന കേന്ദ്ര ഭരണ പ്രദേശത്തിന്റെ ഭാഗമാണ് മാഹി. മാഹിയും പുതുച്ചേരിയും ഒക്കെ ഒരു ഫ്രഞ്ച് കോളനി ആയിരുന്നു 1954 വരെ. പുതുച്ചേരി, കാരയ്ക്കൽ എന്നീ പ്രദേശങ്ങൾ തമിഴ്നാടിനടുത്താണ്. മാഹി നമ്മുടെ കേരളത്തിനടുത്താണ്. യാനം ആന്ധ്രയുടെ അടുത്താണ്. അപ്പൊ പുതുച്ചേരി എന്ന കേന്ദ്ര ഭരണ പ്രദേശത്തിൽ അതിൻ്റെ ഉള്ളിൽ വരുന്ന പ്രദേശങ്ങൾ ഏതൊക്കെയാണ്? പുതുച്ചേരി ഉണ്ട്, കാരയ്ക്കലുണ്ട്, മാഹിയുണ്ട്, യാനമുണ്ട്. ഇനി മാഹിയെ പറ്റി ഒരു ഫാക്ട് ഞാൻ പറഞ്ഞുതരട്ടെ. മാഹി ഇന്ത്യയിലെ സ്മോളസ്റ്റ് ഡിസ്ട്രിക്റ്റ് ആണ് ബൈ ഏരിയ. ഏരിയ പ്രകാരം ഇന്ത്യയിലെ തന്നെ ഏറ്റവും ചെറിയ ജില്ലയാണ് മാഹി. എത്രയാണ് മാഹിയുടെ ഏരിയ എന്ന് നിങ്ങൾക്കറിയോ? വെറും 8.69 കിലോമീറ്റർ സ്ക്വയർ, അല്ലെങ്കിൽ 8.69 ചതുരശ്ര കിലോമീറ്റർ ആണ് മാഹിയുടെ ഏരിയ. സോ മാഹിയുടെ ഏരിയ എത്രയാണ്? 8.69 ചതുരശ്ര കിലോമീറ്റർ. കേരളത്തിന്റെ ഭാഗമല്ല, ഫ്രഞ്ച് കോളനി ആയിരുന്നു 1954 വരെ. പുതുച്ചേരി എന്ന കേന്ദ്ര ഭരണ പ്രദേശത്തിന്റെ ഭാഗമാണ്. പുതുച്ചേരിയിലെ മറ്റ് പ്രദേശങ്ങൾ, അല്ലെങ്കിൽ പുതുച്ചേരിയിലെ പ്രദേശങ്ങൾ ഏതൊക്കെയാണ്? കാരയ്ക്കൽ, മാഹി, യാനം. യാനം ആന്ധ്രയുടെ അടുത്താണ്. പുതുച്ചേരിയും കാരയ്ക്കലും തമിഴ്നാടിനടുത്താണ്. മാഹി കേരളത്തിനടുത്താണ്. മാഹിയാണ് ഇന്ത്യയിലെ സ്മോളസ്റ്റ് ഡിസ്ട്രിക്റ്റ് ബൈ ഏരിയ. ഇനി എന്തുകൊണ്ടാണെന്നറിയോ ഈ പ്രദേശങ്ങളൊക്കെ ഒരു സംസ്ഥാനത്തിലും ചേരാതെ ഒരു പ്രത്യേക കേന്ദ്ര ഭരണ പ്രദേശമായി നിലനിൽക്കുന്നത്? അന്ന് ഫ്രഞ്ച് കോളനി ആയിരുന്നത് കൊണ്ട് ഫ്രാൻസുമായി ഇന്ത്യ ഉണ്ടാക്കിയ ഒരു കരാറായിരുന്നു. ഈ ഫ്രഞ്ച് കോളനി ഇന്ത്യയുടെ ഒരു സംസ്ഥാനത്തിലേക്കും കൂട്ടിച്ചേർക്കില്ല, ഒരു കേന്ദ്ര ഭരണ പ്രദേശമായി നിലനിർത്തും എന്ന് ഫ്രാൻസുമായി കരാറുള്ളത് കൊണ്ടാണ് ഈ ഫ്രഞ്ച് കോളനിയിൽ ഉണ്ടായിരുന്ന ഈ പ്രദേശങ്ങളൊക്കെ ഒരു സെപ്പറേറ്റ് കേന്ദ്ര ഭരണ പ്രദേശമായി നിലനിൽക്കുന്നത്. താങ്ക് യു.